നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടു. UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവന വിവാദത്തിൽ. വർഗീയ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. AK ബാലന്റെ ഭാഷ മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. ബാലനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി. BJP കൗൺസിലർ R ശ്രീലേഖയുമായുള്ള തർക്കത്തിനൊടുവിൽ MLA VK പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയുന്നു. പുതിയ ഓഫീസ് മരുതംകുഴിയിൽ. കോർപ്പറേഷൻ കെട്ടിടത്തിലെ ഓഫീസ് ഒഴിയുന്നത് കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ്. വിവാദങ്ങൾക്ക് താൽപ്പര്യമില്ല എന്ന് പ്രശാന്ത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A പത്മകുമാറിന് തിരിച്ചടി. ദ്വാരപാലക പാളി കേസിലെ ജാമ്യാപേക്ഷ തള്ളി കൊല്ലം വിജിലൻസ് കോടതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും വീണ്ടും റിമാൻഡിൽ. സ്വർണ്ണക്കൊള്ളയിൽ തന്റെ മൊഴിപ്രകാരമുള്ള അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ SITക്ക് പരിമിതി എന്ന് രമേശ് ചെന്നിത്തല. തെരുവുനായ പ്രശ്നത്തിൽ മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം. കടിക്കാതിരിക്കാൻ നായകൾക്കിനി കൗൺസിലിംഗ് മാത്രമാണ് ബാക്കിയെന്ന് കോടതി. പരാമർശം കപിൽ സിബലിന്റെ വാദത്തിനിടെ. ഈ വർഷത്തെ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങിയ ISRO PSLV 62 അടുത്ത തിങ്കളാഴ്ച കുതിച്ചുയരും. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന അന്വേഷ പ്രത്യേക പേലോഡ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷിക്കും. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിൽ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനിടയിലുണ്ടായ സംഘർഷത്തിൽ 5 പേർ അറസ്റ്റിൽ. നടപടി പോലീസിന് നേരെ കല്ലെറിഞ്ഞതിന്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയത് പുലർച്ചെ 1:30-ഓടെ. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും മാറ്റില്ല. ഇന്ത്യയിൽ സുരക്ഷയില്ല എന്നും വേദി ശ്രീലങ്കയിലാക്കണമെന്നുമുള്ള ബംഗ്ലാദേശിന്റെ ആവശ്യം തള്ളി ICC. വിശദമായ വാർത്തകൾ നോക്കാം. UDF ഭരണത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുമെന്ന AK ബാലന്റെ പ്രസ്താവന വിവാദത്തിൽ. വർഗീയ കലാപമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. AK ബാലന്റെ ഭാഷ മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു. അതേസമയം ബാലനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി വ്യക്തമാക്കി. UDF അധികാരത്തിൽ വന്നാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും എന്നുള്ള പ്രസ്താവന, സംഘപരിവാർ അജണ്ട ഇന്ത്യയിൽ എല്ലായിടത്തും നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അവർ നടത്തുന്ന പ്രചരണത്തിന്റെ ഭാഗം. ഗുജറാത്തിലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രചരണം കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവുന്നതാണ്. എന്താ കാരണം? ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഭൂരിപക്ഷ സമുദായത്തിൽ ഉണ്ടാക്കി 2 സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ സംഘപരിവാർ തന്ത്രം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. ഇത് BJPയുടെ സ്വരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. എന്താണ് BJP പറയുന്നത്? അതേ സ്വരത്തിലും അതേ ഭാഷയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്. ആ ഘട്ടത്തിലാണ് AK ബാലനെ പോലെ CPMന്റെ വളരെ പ്രധാനപ്പെട്ട മുതിർന്ന ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്നും ഇത്തരം പരാമർശങ്ങൾ വരുന്നത്. എന്തായാലും കോൺഗ്രസ് അത് ഒരു തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നു എന്ന് വേണോ കരുതാൻ ഈ ഘട്ടത്തിൽ? ഇതിലും തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ വലിയ രീതിയിലുള്ള വാക്പോര് ഭരണ മുന്നണികൾക്കുള്ളിൽ തന്നെ ഉണ്ടായിരിക്കുകയാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ അതിന് ഏറ്റവും പ്രധാനമാണ്. നമുക്കറിയാം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുതൽ തന്നെ ഒരു വർഗീയ ചായ്വ് UDFലേക്ക് ചാർത്തുകയാണ് LDF. അതായത് ജമാഅത്തെ ഇസ്ലാമി SDPI മുസ്ലിം ലീഗുമായി ചേർത്ത് UDFലേക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നേതാക്കൾ. അതിന്റെ ഒരു ബാക്കിയായി തുടർച്ചയായി തന്നെയാണ് നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ CPMലെ ഏറ്റവും പ്രമുഖനായ സമുന്നതനായ ഒരു നേതാവിൽ നിന്നാണ് ഈ രീതിയിലൊരു വർഗീയ പ്രസ്താവനയുടെ രൂപത്തിലുണ്ടായിരിക്കുന്നത്. അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക ജമാഅത്തെ ഇസ്ലാമി ആകുമെന്ന വിവാദ പ്രസ്താവന കഴിഞ്ഞ ദിവസം AK ബാലൻ നടത്തുന്നു. അതിനെതിരെ കടുത്ത വിമർശനവും കടുത്ത പ്രതിഷേധവുമായി UDF നേതാക്കൾ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ
KPCC അധ്യക്ഷനായിരിക്കുന്ന മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ കടുത്ത പ്രതിഷേധ വിമർശനവുമായി എത്തുകയാണ്. അതായത് ഈ രീതിയിലൊരു വർഗീയത കേരളത്തിൽ പരത്താൻ വേണ്ടി, അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം ലക്ഷ്യമാക്കി ഒരു വർഗീയത പരത്താനാണ് CPM ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് AK ബാലനെ പോലുള്ള ഒരാൾ ഈ രീതിയിലൊരു വിവാദ പ്രസ്താവന നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഗീയത, അതായത് വർഗീയ വിഷം കലർത്തുകയാണ്. ഈ സംഘപരിവാർ എന്താണോ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയിരുന്നത് അതേ ഭാഷയിൽ, സംഘപരിവാറിന്റെ അതേ ഭാഷയിൽ തന്നെയാണ്, അതേ ഭാഷയിലും അതേ സ്വരത്തിലുമാണ് സംസാരിക്കുന്നത്. ഇതിനെതിരെ വളരെ നിശിതമായ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നത്. മാത്രവുമല്ല, ഈ AK ബാലൻ നടത്തിയ പരാമർശം അല്ലെങ്കിൽ AK ബാലന്റെ ആ നയം തന്നെയാണോ മുന്നണിയിലുള്ളത് എന്ന് വ്യക്തമാക്കണം നേതാക്കൾ അറിയുന്നു. അത് ബിനോയ് വിശ്വത്തിനുള്ള ഒരു ചോദ്യം കൂടിയാണ്. കാരണം വെള്ളാപ്പള്ളിയുടെ ന്യൂനപക്ഷ പരാമർശത്തിനെതിരെ പരസ്യമായി വിമർശിച്ച വ്യക്തിയാണ് CPI സംസ്ഥാന സെക്രട്ടറി. അപ്പോൾ എന്തുകൊണ്ട് AK ബാലന്റെ ഈ വിവാദ പ്രസ്താവനയിൽ CPIക്ക് എന്താണ് പറയാനുള്ളത്? ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർത്തി തുടക്കത്തിലെ ഇതിനെ തടയിടുകയാണ്, അല്ലെങ്കിൽ തുടക്കത്തിലെ ഈ വർഗീയ പരാമർശത്തേക്ക് ഇതിനെ എതിർത്ത് പ്രതികരണമായ വാക്പോരുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കാരണം ഇവർക്ക് കൃത്യമായൊരു അപകടം അറിയാം. വർഗീയത പരത്തിയുള്ള ഒരു പ്രചാരണത്തിന് തുടക്കമിടുകയാണെങ്കിൽ അത് തിരിച്ചടിയാകുമെന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഇതിനെ തുടക്കം മുതലേ ഇതിനെ തടയിടാനുള്ള ശ്രമം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മറുഭാഗത്ത് ജമാഅത്തെ ഇതിനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്യാനുള്ള നീക്കവുമായി ജമാഅത്തെയും രംഗത്തുണ്ട്. ലിജിൻ, ശരി. എന്നാലും AK ബാലന്റെ പ്രസ്താവന വലിയ വിവാദമാവുകയാണ്. ഇടതുമുന്നണി തന്നെ മറുപടി പറയണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അൺഫിലിറ്റാണ് വിവരങ്ങൾ നൽകിയത്. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയാൻ VK പ്രശാന്ത് MLA. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസാണ് ഒഴിയുന്നത്. മണ്ഡലത്തിലെ മരുതൻകുഴിയിലേക്ക് ഓഫീസ് മാറാനാണ് തീരുമാനം. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പോൾ ഓഫീസ് മാറുന്നത് എന്ന് VK പ്രശാന്ത് പറഞ്ഞു. ശാസ്തമംഗലം കൗൺസിലർ R ശ്രീലേഖയുമായുള്ള ഓഫീസ് തർക്കത്തിന് ഒടുവിലാണ് വട്ടിയൂർക്കാവ് MLA VK പ്രശാന്ത് ഓഫീസ് മാറുന്നത്. കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസ് മരുതൻകുഴിയിലെ വാടക കെട്ടിടത്തിലേക്കാണ് മാറുന്നത്. കരാർ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ഓഫീസ് ഒഴിയും. കൂടുതൽ വിവാദങ്ങൾക്ക് താല്പര്യമില്ലെന്നും തർക്കം അവസാനിപ്പിക്കാനാണ് നടപടിയെന്ന് പ്രശാന്ത് അറിയിച്ചു. വ്യക്തിപരമായി തീരുമാനിച്ചു. കാരണം ഈ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വിസ്മൃതിയിലാക്കാനും അപവാദം പ്രചരിപ്പിക്കാനും ഈ സന്ദർഭത്തെ പലരും ഉപയോഗിച്ചു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിൽ ഒരു സൗകര്യമായിട്ടുള്ളൊരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള എൻ്റെ കാര്യം, വിവാദങ്ങൾക്ക് നിൽക്കുന്നില്ല. കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് VK പ്രശാന്തിനോട് MLA ഓഫീസ് ഒഴിയണമെന്ന് R ശ്രീലേഖ ആവശ്യപ്പെടുന്നത്. വൈകാതെ പ്രശാന്തിന്റെ ഓഫീസിനോട് ചേർന്ന് കൗൺസിലർ ഓഫീസും തുറന്നു. അടുത്തടുത്ത മുറികളിലായി ഇരുവരുടെയും പ്രവർത്തനം. ഒപ്പം VK പ്രശാന്ത് MLAയുടെ നെയിം ബോർഡിന് മുകളിൽ സ്വന്തം നെയിം ബോർഡും സ്ഥാപിച്ചു. 7 വർഷമായി MLA ഓഫീസ് കോർപ്പറേഷൻ കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. കട്ടിളപ്പാളി കേസിലെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ നേരത്തെ കോടതി തള്ളിയിരുന്നു. അതേസമയം കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ജാമ്യാപേക്ഷ 14-ാം തീയതി വിജിലൻസ് കോടതി വീണ്ടും പരിഗണിക്കും. സ്വർണ്ണക്കൊള്ളയിൽ തന്റെ മൊഴിപ്രകാരമുള്ള അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ SITക്ക് കഴിയുന്നില്ല എന്ന് രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ SITക്ക് അതിന് പരിമിതിയുണ്ട്. അതിന് CBI പോലെയുള്ള ഏജൻസികൾ ആണ് വേണ്ടത്. അന്വേഷണം വമ്പൻ സ്രാവുകളിലേക്ക് എത്തണമെന്നും ഇപ്പോൾ പിടിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ അന്തർദേശീയ ബന്ധങ്ങൾ പുറത്തു വരണം. അതുകൊണ്ടാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ആ അന്വേഷണം മുന്നോട്ട് പോകാൻ കഴിയാത്തത് SITയുടെ പരിമിതമായ അധികാര പരിധി ഉള്ളതുകൊണ്ടാണ്. അത്തരം കേസുകൾ, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാനമുള്ള കേസുകൾ അന്വേഷിക്കാൻ സംസ്ഥാനത്തെ ഒരു SITക്ക് പരിമിതിയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPMനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളെ CPM സംരക്ഷിക്കുകയാണ്. പത്മകുമാറിനെ CPM എന്തുകൊണ്ട് പുറത്താക്കുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ അദ്ദേഹമാണ് ഇതിനെല്ലാം കൂട്ടുനിന്നത് എന്നുള്ള വ്യക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുക. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റു നേതാക്കളെയും സംരക്ഷിക്കുക.
ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. അറസ്റ്റ് തടഞ്ഞ നടപടി ഹൈക്കോടതി നീട്ടി. ഈ മാസം 21 വരെ അറസ്റ്റ് പാടില്ല എന്നും കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഹൈക്കോടതിയെ സമീപിച്ചത്. കേസിൽ രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നത് ഇന്ന് വരെയാണ് കോടതി തടഞ്ഞിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പരാതിക്കാരിയെ ഹൈക്കോടതി കക്ഷി ചേർത്തു. മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് കക്ഷി ചേരാനുള്ള അതിജീവിതയുടെ അപേക്ഷ ജസ്റ്റിസ് A. ബദറുദ്ദീൻ അംഗീകരിക്കുകയായിരുന്നു. മറുപടി സത്യവാങ്മൂലം നൽകാൻ പരാതിക്കാരിക്ക് 2 ആഴ്ചത്തെ സാവകാശം കോടതി നൽകി. 21-ന് വിശദമായ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തെരുവുനായ വിഷയത്തിൽ മൃഗസ്നേഹികൾക്ക് സുപ്രീം കോടതിയുടെ പരിഹാസം. കടിക്കാതിരിക്കാൻ നായകൾക്ക് കൗൺസിലിംഗ് നൽകുക മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് കോടതി പറഞ്ഞു. കപിൽ സിബലിന്റെ വാദത്തിനിടയിലായിരുന്നു കോടതിയുടെ പരാമർശം. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മെഹ്ത, NB അഞ്ചാരിയ അടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്. ദേശീയപാതകളിൽ അലഞ്ഞുതിരിയുന്ന മൃഗങ്ങൾ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നുവെന്ന് അമിക്കസ് ക്യൂറി കോടതിയെ അറിയിച്ചു. മധ്യപ്രദേശ്, കർണാടക, UP, പഞ്ചാബ് സർക്കാരുകൾ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല എന്ന് അമിക്കസ് ക്യൂറി പറഞ്ഞു. ഹർജിയിൽ വാദം തുടരുകയാണ്. ഈ വർഷത്തെ ആദ്യ വിക്ഷേപണത്തിനൊരുങ്ങി ISRO. PSLV 62 അടുത്ത തിങ്കളാഴ്ച കുതിച്ചുയരും. റിമോട്ട് സെൻസിംഗ് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന അന്വേഷണയാണ് പ്രധാന പേലോഡ്. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും ഇതിനോടൊപ്പം പരീക്ഷിക്കും. തിരിച്ചുവരവിന് തയ്യാറെടുത്ത് PSLV. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ PSLV C-62 വിക്ഷേപണം ജനുവരി 12-നാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 10:17-നാണ് PSLV C-62 കുതിച്ചുയരുന്നത്. 2 സ്ട്രാപ്പ് ഓൺ ബൂസ്റ്ററുകളുള്ള PSLV DL വേരിയന്റ് ഉപയോഗിക്കുന്ന 5ാമത്തെ വിക്ഷേപണവുമാണ്. കഴിഞ്ഞ വർഷം PSLV C-61 വിക്ഷേപണത്തിൽ നേരിട്ട പരാജയത്തിന് ശേഷമുള്ള ആദ്യ വിക്ഷേപണമാണിത്. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ഇന്ത്യയുടെ അഭിമാന നേട്ടങ്ങളിൽ ഉപയോഗിച്ച PSLV ISROയുടെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം കൂടിയാണ്. കൃഷി, നഗരാസൂത്രണം, പരിസ്ഥിതി നിരീക്ഷണം എന്നിവയിലുടനീളം വലിയ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന EOS N1 അന്വേഷ ആണ് പ്രധാന പേലോഡ്. കൂടാതെ 18-ലധികം ഉപഗ്രഹങ്ങളും വിക്ഷേപണത്തിന്റെ ഭാഗമാകും. ഇവ വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തിക്കും. ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന സാങ്കേതിക വിദ്യയും പരീക്ഷിക്കും. അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഭാഗമായി ഇൻഡോ മൗറീഷ്യസ് സംയുക്ത ഉപഗ്രഹവും ദൗത്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിക്ഷേപണമാണിത്. കൂടാതെ 101ാമത് ഓർബിറ്റൽ വിക്ഷേപണമാണിതെന്ന പ്രത്യേകതയും ഈ ദൗത്യത്തിനുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. ഡൽഹി തുർക്ക്മാൻ ഗേറ്റിന് സമീപത്തെ അനധികൃത കയ്യേറ്റങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷൻ ഒഴിപ്പിച്ചു. പുലർച്ചെ 1:30 നടപടി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമായിരുന്നു MCD നടപടി. കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടായത്. കല്ലേറിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. ഇതുമായി ബന്ധപ്പെട്ട് 5 പേർ അറസ്റ്റിലായി. നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ഇന്ന് പുലർച്ചെ 1 മണിക്ക് ശേഷമാണ് ഡൽഹി തുർക്ക്മാൻ ഗേറ്റിന് സമീപത്തെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ നടപടി തുടങ്ങിയത്. വലിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതി ഉത്തരവ് ലഭിച്ചതോടെയാണ് കോർപ്പറേഷൻ അധികൃതർ നടപടിക്ക് തുടക്കം കുറിച്ചത്. അർദ്ധസൈനിക വിഭാഗത്തിന്റെ കൂടി സംരക്ഷണം ഉറപ്പാക്കിയാണ് പൊളിക്കൽ നടപടികളിലേക്ക് കോർപ്പറേഷൻ അധികൃതർ കടന്നത്. 30-ലധികം JCB ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിനായി ഉപയോഗിച്ചു. സയ്യിദ് ഫൈസ് സലാഹി പള്ളിയുടെയും ശ്മശാനത്തിൻ്റെയും സമീപമുള്ള ഭൂമിയിലുണ്ടായിരുന്ന അനധികൃത കയ്യേറ്റങ്ങളാണ് ഒഴിവാക്കിയത്. ഒഴിപ്പിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി. പോലീസിന് നേരെ പ്രദേശവാസികൾ കല്ലുകളെറിഞ്ഞു. ഒടുവിൽ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. 5 പോലീസുകാർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അക്രമികളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പലതവണ നോട്ടീസ് നൽകിയിട്ടും കയ്യേറിയിരുന്ന ആളുകൾ സ്ഥലം വിട്ടു നൽകാൻ തയ്യാറായിരുന്നില്ല. ഇന്നിപ്പോൾ ഹൈക്കോടതി ഉത്തരവ് മുൻനിർത്തിയായിരുന്നു ഒഴിപ്പിക്കൽ നടപടി. രാംലീല മൈതാനത്തിന് സമീപമാണ് കയ്യേറ്റം ഒഴിപ്പിച്ച ഇടം. കോർപ്പറേഷൻ സ്ഥലം കയ്യേറി ലൈബ്രറിയും മറ്റ് ഹാളുകളും നിർമ്മിച്ചിരുന്നു. ഈ സ്ഥലം കോർപ്പറേഷൻ്റേതാണെന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് തുർക്ക്മാൻ ഗേറ്റിന് സമീപം ഒഴിപ്പിക്കൽ നടന്നിരുന്നു. അന്നുണ്ടായിരുന്ന സംഘർഷത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഇപ്പോൾ മന്ത്രി MB രാജേഷ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതും അതേസമയം ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ
വിമർശനങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെയും ചില ബാഹ്യശക്തികൾക്കെതിരെയും. ബാഹ്യശക്തികൾ പ്രതിപക്ഷമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് ആ 2 ഉദ്യോഗസ്ഥരെ കോടതിയുടെ അനുമതിയോടെയാണ് ഉൾപ്പെടുത്തിയതെന്നും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നുമാണ്. അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ്, കോടതി പറഞ്ഞതാണ്. എന്താണ് ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനും ആ ആക്ഷേപം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പറയാനുള്ളത്? കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം ശരിയായ ദിശയിലാണ്, ചില മാധ്യമങ്ങളും പ്രതിപക്ഷവുമാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് മന്ത്രി എം ബി രാജേഷ് വ്യക്തമാക്കുന്നത്. ശരണാമൃതം powered by Dhanalakshmi Bank, banking on relationships forever. മകരവിളക്ക് അടുക്കും തോറും ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. കഴിഞ്ഞ ദിവസവും മല ചവിട്ടിയവരുടെ എണ്ണം 1 ലക്ഷം പിന്നിട്ടു. തിരക്ക് വർദ്ധിച്ചതോടെ കൂടുതൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയ്യപ്പ ദർശനം നടത്താൻ ഈ നടപ്പന്തലിൽ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരാണ് ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണുന്നത്. ഇവർ ഏറെ നേരം ക്യൂ നിന്ന് പമ്പയിലും മരക്കൂട്ടത്തും ശബരിപീഠത്തും ഒക്കെ ക്യൂ നിന്നതിന് ശേഷമാണ് ഇവർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? ചെന്നൈ. क्यू ரொம்ப ஜாஸ்தியா இருக்கா? ஹெவி க்ரௌட் நீ சொல்கிறா. நல்ல கூட்டம், ரொம்ப அதிகம் ஹெவி க்ரௌட் சார். ஆக்சுவலாக ஃபுல் பயங்கர க்ரௌட். சரியாக ப்ராப்பராக மெயின்டெனன்ஸே கிடையாது. எந்த தண்ணி கிண்ணி எங்கேயுமே கிடையாது. வர வழியில் முந்திலாம் பார்த்தீங்கன்னா கொரோனாவுக்கு முன்னே போய் பார்க்க சொல்ல அங்கங்கே ஆக்சிஜன் வச்சு இது பண்ணுவாங்க. பம்பாலேருந்து ஏறத்துலேருந்து எங்கேயுமே எதுவுமே கிடையாது. நடுவில் எங்கள் சபரிபீடம் தாண்ட பிறகு தான் ஒரே ஒரு இடத்துல இருக்குது. இதுக்கு முன்னாடிலாம் வர சொல்ல பார்த்தீங்கன்னா அங்கங்கே இந்த ஆக்சிஜன் எல்லாம் இருக்கும், தண்ணி வாட்டர் எல்லாமே இடத்துல இருக்கும், எதுவுமே கிடையாது. ஃபுல்லாக எல்லாமே டோட்டலி சேஞ்சாக இருக்குது. ஒரு பிஃபோர் கொரோனா பார்த்தீங்கன்னா எப்படி இருந்ததோ அது டோட்டலி டிஃப்ரெண்ட்டாக இருக்குது இந்த இயர். பெரிய பாதை, அதுவும் நாங்கள் பெரிய பாதை வழியாக வரோம். பெரிய பாதையிலேருந்து வர வழிங்க நாங்கள் ரொம்ப கஷ்டப்பட்டு வரோம். அந்த சைடு வரவங்களுக்கு இவங்க தனியாக எங்களுக்கு தனியாக வழி போடலாம். எல்லாமே பம்பையிலேருந்து வரைக்கும் டைரெக்டாக பம்பைக்கு வந்துட்டு எங்களையும் ஒரே கியூ வந்து அமுச்சு விட்றாங்க. அப்போ நாங்கள் கிட்டத்தட்ட 2 டேஸாக பெரிய பாதையில் ரொம்ப கஷ்டப்பட்டு வரோம். அவங்களும் எல்லாம் ஒரே டைம் அனுப்புறது எங்களுக்கு ரொம்ப கஷ்டமாக இருக்குது. பெரிய பாதையில் வரவங்களுக்கு தனியாக ക്യൂ അറേഞ്ച് பண்ணாங்கன்னா கொஞ்சம் യൂസ്ഫുള്ളാக இருக்கும். കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിച്ച് സന്നിധാനത്തേക്ക് എത്തിക്കുന്നത് ഏറെ ശ്രമകരമായിരുന്നു. അവർക്ക് ആ അയ്യപ്പന്മാർക്കൊക്കെ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഏറെ നേരം ക്യൂ നിന്ന ശേഷം അവർ ഈ നടപ്പന്തലിലെത്തി. ശരി സുധീഷ്, എന്തായാലും വലിയ തിരക്കാണ് ശബരിമലയിൽ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്നും സുധീഷാണ് വിവരങ്ങൾ നൽകിയത്. നിയമത്തെ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വ്യക്തത വരുത്തി വി ശിവൻകുട്ടി. കൃത്യസമയത്ത് കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. ഇടതുമുന്നണിക്ക് നിയമത്ത് വിജയം സുനിശ്ചിതമെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയോ വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. മറ്റുള്ളവരുടെ പ്രതീക്ഷ വോട്ട് എണ്ണുന്നത് വരെ മാത്രമെന്നും ശിവൻകുട്ടി അമൃത വാർത്തകളോട് പറഞ്ഞു. ഒരു വ്യക്തതയുടെ പ്രശ്നമില്ല. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ ആ ധാരണ വെച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ചില ടെലിവിഷൻ ചാനലുകൾ ശ്രമിച്ചതാണ്. എൻ്റെ പാർട്ടി തീരുമാനിക്കും ഞാൻ മത്സരിക്കണോ വേണ്ടതെന്ന് സംബന്ധിച്ചിടത്തോളം. അത് ഞാൻ അനുസരിക്കും. അതാണ് എൻ്റെ നിലപാട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമത്തിൽ ജയിക്കും, അതിനകത്ത് സംശയമൊന്നുമില്ല ആർക്കും. അന്തരിച്ച മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന് വിട നൽകിയ ജന്മനാട്. ഇബ്രാഹിം കുഞ്ഞിന്റെ സംസ്കാരം ആലങ്ങാട് ജുമാ മസ്ജിദിൽ നടന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മന്ത്രി P രാജീവ്, ഹൈബി ഈഡൻ MP, കുഞ്ഞാലിക്കുട്ടി, PK ഫിറോസ്, മുൻമന്ത്രി S ശർമ്മ തുടങ്ങി നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടായിരുന്നു VK ഇബ്രാഹിം കുഞ്ഞ് അന്തരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് ഇന്ന് രാവിലെ പ്രിൻസിപ്പലിന് ഭീഷണി സന്ദേശം എത്തിയത്. ISKP എന്ന സംഘടനയുടെ പേരിലാണ് മെയിൽ. ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും മെഡിക്കൽ കോളേജ് പോലീസും ചേർന്ന് ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന തുടരുകയാണ്.
തമിഴ്നാട്ടിൽ നിന്നുള്ള മെയിൽ ID വഴിയാണ് സന്ദേശം എത്തിയത് എന്നാണ് പ്രാഥമിക വിവരം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് പ്രയാണം കാസർഗോഡ് നിന്നും തുടങ്ങി. ഇന്ന് 36 കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകിയ ശേഷം കോഴിക്കോട് സമാപിക്കും. മൊഗ്രാൽ GVHSൽ നിന്നാണ് തൃശൂരിലെ സംസ്ഥാന സ്കൂൾ കലോത്സവ നഗരിയിലേക്കുള്ള സ്വർണ്ണക്കപ്പ് പ്രയാണം തുടങ്ങിയത്. മഞ്ചേശ്വരം MLA AK അഷ്റഫ് ആവേശ ഉജ്ജ്വലമായ അന്തരീക്ഷത്തിൽ സ്വർണ്ണക്കപ്പ് പ്രയാണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജനുവരി 13 വൈകിട്ട് 6 മണിക്ക് സംസ്ഥാന കലോത്സവത്തിന്റെ പ്രധാന വേദിയായ തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് സ്വർണ്ണക്കപ്പ് എത്തിച്ചേരും. തൃശൂർ അടാട്ട് അമ്പലക്കാവിൽ അമ്മയും കുഞ്ഞും വീട്ടിൽ മരിച്ച നിലയിൽ, അമ്മയെയും മകനെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. അടാട്ട് ആമ്പലക്കാവിൽ കാനാട്ട് വീട്ടിൽ മോഹിത്തിന്റെ ഭാര്യ ശില്പ, 5 വയസ്സുള്ള മകൻ അക്ഷജ് എന്നിവരെയാണ് ഇന്ന് രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ആത്മഹത്യ ചെയ്തതായാണ് സംശയം. രാവിലെ ശില്പ വാതിൽ തുറക്കാതായപ്പോൾ വീട്ടുകാരും അയൽവാസികളും ചേർന്ന ജനൽ ചില്ല് പൊളിച്ചു നോക്കിയപ്പോഴാണ് ആത്മഹത്യ ചെയ്ത വിവരം അറിയുന്നത്. ശില്പ തൂങ്ങിയ നിലയിലും കുട്ടി കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. കുട്ടിയുടെ കഴുത്തിൽ കയറുണ്ടായിരുന്നു. ഭർത്താവ് മോഹിത്ത് പനി കാരണം തൊട്ടടുത്ത മുറിയിലായിരുന്നു കിടന്നിരുന്നത്. ശില്പ ഭർത്താവിന്റെ വീട്ടിലാണ് താമസം. ഭർത്താവ് മോഹിത്ത് സ്വകാര്യ ബാങ്ക് ജീവനക്കാരനാണ്. മരിച്ച ശില്പ PSC കോച്ചിങ്ങിന് പോകാറുണ്ടായിരുന്നു. ജോലി ലഭിക്കാത്തതിന്റെ നിരാശയും ആത്മഹത്യയ്ക്ക് കാരണമായേക്കാമെന്നാണ് പോലീസ് പറയുന്നത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. ഒളിമ്പ്യൻ ജിൻസൺ ജോൺസൺ വിരമിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ താരമാണ് ജോൺസൺ. 2018 ഏഷ്യൻ ഗെയിംസിൽ 1500 മീറ്ററിൽ ഇന്ത്യയ്ക്കായി സ്വർണം നേടിയിരുന്നു. 800 മീറ്ററിൽ വെള്ളിയും നേടി. 2016 റിയോ ഒളിമ്പിക്സിൽ ജിൻസൺ മത്സരിച്ചിരുന്നു. 2018 അർജുന അവാർഡും ലഭിച്ചിരുന്നു. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ ആവശ്യം തള്ളി ICC. മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റില്ല എന്ന് ICC വ്യക്തമാക്കി. ഇന്ത്യയിൽ സുരക്ഷയില്ല എന്നും തങ്ങളുടെ വേദി ശ്രീലങ്കയിലാക്കണം എന്നുമായിരുന്നു ബംഗ്ലാദേശിന്റെ ആവശ്യം. എന്നാൽ ഇത് പൂർണ്ണമായും തള്ളുകയാണ് ICC. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് BCBയുടെ നിലപാട് കടുപ്പിച്ചത്. IPL ലേലത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിനെടുത്ത ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ കളിപ്പിക്കരുത് എന്നാവശ്യപ്പെട്ട് നിരവധി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. അതേ തുടർന്ന് BCCയുടെ ആവശ്യപ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരത്തെ ടീമിൽ നിന്നും പുറത്താക്കിയതായും പ്രഖ്യാപിച്ചിരുന്നു. ISL 12ാം സീസണിലെ അനിശ്ചിതത്വം നീങ്ങാൻ നിർണായകമായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ. 14 ക്ലബ്ബുകളും ലീഗിൽ ടൂർണമെന്റിൽ പങ്കെടുക്കും. ബ്ലാസ്റ്റേഴ്സ് തട്ടകമായ കൊച്ചിയിൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഈ സീസണിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ ഉണ്ടാകില്ല. നിലവിൽ 10 ക്ലബ്ബുകൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ കളിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഒഡീഷ FC, ചെന്നൈയിൻ FC തുടങ്ങിയ ക്ലബ്ബുകൾ കൂടുതൽ സമയം ആവശ്യപ്പെടുകയായിരുന്നു. ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വേദികളുടെ എണ്ണം 2 or 3 ആയി കുറയ്ക്കണമെന്ന് ഫെഡറേഷൻ നിർദ്ദേശം വച്ചെങ്കിലും ക്ലബ്ബുകൾ തള്ളി. കേരള ബ്ലാസ്റ്റേഴ്സ്, ബംഗളൂരു FC ടീമുകളുടെ പ്രധാന വരുമാനം ടിക്കറ്റിലൂടെയാണ്. ബ്ലാസ്റ്റേഴ്സ് തട്ടകമായ കൊച്ചിയിൽ കൂടുതൽ മത്സരങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ആകെ 25 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 10% ഫെഡറേഷനാണ് നൽകേണ്ടത്, 30% സാമ്പത്തിക പങ്കാളിയും. നിലവിൽ സ്പോൺസർ ഇല്ലാത്തതിനാൽ ആ തുകയും കൂടി ഫെഡറേഷൻ നൽകുമെന്ന് AIFF പ്രസിഡന്റ് കല്യാൺ ചൗബെ പറഞ്ഞു. സാമ്പത്തിക പങ്കാളിയെ കിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായ ലീഗ് ഏത് വിധേനയും നടത്തുക എന്നതായിരുന്നു അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ നിലപാട്. ക്ലബ്ബുകളും ഫെഡറേഷനും തമ്മിലുള്ള ആദ്യഘട്ട ചർച്ചകൾ ഫലവത്തായില്ല. തർക്കം സുപ്രീം കോടതിയിലെത്തി. പിന്നാലെ കായിക മന്ത്രാലയവും ഇടപെടുകയായിരുന്നു. കഴിഞ്ഞ മാസം പ്രശ്നപരിഹാരത്തിനായി 3-അംഗ സമിതിയെ ഫെഡറേഷൻ നിയമിച്ചിരുന്നു. ഈ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലീഗ് വേഗത്തിൽ ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടത്. ഇതിനിടെ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളിൽ നിന്ന് വിദേശ കളിക്കാരും പിന്മാറിയിരുന്നു. കഴിഞ്ഞ വർഷം മെയ് മുതലാണ് പ്രതിസന്ധികളുടെ തുടക്കം. നടത്തിപ്പുകാരായ ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെന്റുമായുള്ള കരാർ ഡിസംബറിൽ അവസാനിക്കുമെന്ന് ഉറപ്പായിട്ടും പുതിയ വാണിജ്യ പങ്കാളിയെ കണ്ടെത്താൻ ഫെഡറേഷന് കഴിഞ്ഞില്ല. അതോടൊപ്പം താരങ്ങളുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണനയിലാണ്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക. നമസ്കാരം.